എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഹസ്രാബ്ദങ്ങളുടെ അഗാധതയിൽ ചരിത്രം പോലും പിറവികൊള്ളുന്നതിന് മുൻപുള്ള ഒരു പുരാതന കാലം. ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം രക്തം പുരണ്ട തൻ്റെ പരശു സമുദ്രത്തിലേക്ക് എറിഞ്ഞ് പരശുരാമൻ കടലിനെ പിൻവാങ്ങിച്ചുകൊണ്ട് ഒരു പുതിയ ഭൂമി സൃഷ്ടിച്ചു, കേരളം. എന്നാൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആ മണ്ണ് ഒരു ശപിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഉപ്പുകാറ്റേറ്റ് കരിഞ്ഞ മണ്ണിൽ ഒരു പുൽക്കൊടി പോലും മുളച്ചില്ല. കൃഷിയിറക്കാൻ പറ്റാത്ത വിധം ഉപ്പുകൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെ സൂര്യൻ അഗ്നി വർഷിച്ചു. കുടിക്കാൻ ശുദ്ധജലമില്ലാതെ, ശ്വസിക്കാൻ പ്രാണവായുവില്ലാതെ ജീവജാലങ്ങൾ പിടഞ്ഞു. നാഗങ്ങൾ തങ്ങളുടെ ഉഗ്ര വിഷം വമിച്ചുകൊണ്ട് നാടുനീളെ വിഹരിച്ചു. വിഷവാതകത്താൽ അന്തരീക്ഷം മലീമസമായി. തൻ്റെ സ്വപ്നഭൂമി ഒരു ശ്മശാനമായി മാറുന്ന കണ്ട് പരശുരാമൻ ഹൃദയം നൊന്ത് ആ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ദൈവിക ശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പരശുരാമൻ അചഞ്ചലമായ മനസ്സോടെ നാഗരാജാവിനെ ധ്യാനിക്കാൻ തുടങ്ങി. അത് വെറുമൊരു തപസ്സായിരുന്നില്ല, പ്രപഞ്ചത്തെ വിറപ്പിച്ച ആത്മസമർപ്പണമായിരുന്നു. കാറ്റും കോളും അടങ്ങാത്ത വനത്തിൻ്റെ നിശബ്ദതയിൽ വന്യമൃഗങ്ങൾ പോലും ഭയന്നു മാറി നിന്ന ആ തപോവനത്തിൽ നിന്നും മന്ത്രങ്ങൾ അഗ്നിജാലകളായി ഉയർന്നു. പരശുരാമൻ്റെ തപസ്സിൻ്റെ ചൂടിൽ സഖ്യാദ്രി വിറകൊണ്ടു. കടൽ ഭയത്താൽ പിൻവാങ്ങി. ഒടുവിൽ ആ തപോബലത്തിൽ സംപ്രീതനായി സാക്ഷാൽ അനന്തപത്മനാഭൻ്റെ ശയനമായ നാഗരാജാവ് 1000 ബത്തികൾ വിടർത്തി കോടി സൂര്യന്മാരുടെ പ്രഭയോടെ പരശുരാമന് മുന്നിൽ പ്രത്യക്ഷനായി. പ്രഭു, ഈ ഭൂമിയെ രക്ഷിക്കൂ, ഇവിടുത്തെ വിഷത്തെ അമൃതാക്കൂ, ഈ മണ്ണിലെ ഉപ്പിനെ വളക്കൂറാക്കൂ. കരുണാനിധിയായ നാഗരാജാവ് സമ്മതിച്ചു. അവിടുന്ന് തൻ്റെ വായ തുറന്ന് ഭയാനകമായ വിഷാഗ്നി പുറപ്പെടുവിച്ചു. ആ ദിവ്യമായ വിഷാഗ്നി ഭൂമിയിലാകെ പടർന്നു പിടിച്ചു. അത് മണ്ണിലെ സകല ലവണാംശത്തെയും ദഹിപ്പിച്ചു കളഞ്ഞു. ആ തീജ്വാലകളിൽ ഭൂമിയിലെ വിഷം വെണ്ണീറായി. തരിശുഭൂമി പെട്ടെന്ന് ഹരിതാപമായി മാറി. നാഗരാജാവ് തൻ്റെ വംശത്തിന് വസിക്കാൻ അനുയോജ്യമായ ഒരിടം ആവശ്യപ്പെട്ടപ്പോൾ പരശുരാമൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആ വനപ്രദേശം അദ്ദേഹത്തിന് സമർപ്പിച്ചു. നാഗരാജാവിൻ്റെ വിഷാഗ്നി കൊണ്ട് പുകഞ്ഞും ഉരുകിയും കിടന്ന ഭൂമി ഒടുവിൽ തണുത്ത് ശാന്തമായി. അഗ്നിജാലകൾ അടങ്ങി കരിഞ്ഞ മണ്ണ് തണുത്ത് ആറിയ ആ പുണ്യസ്ഥലമാണ് പിന്നീട് മണ്ണാറിയശാല അഥവാ മണ്ണാറശാല എന്ന പേരിൽ പ്രശസ്തമായത്. നാഗരാജാവിൻ്റെ പൂജാകർമ്മങ്ങൾക്കും സംരക്ഷണത്തിനുമായി പരശുരാമൻ തന്നെ ചുമതലപ്പെടുത്തിയ ഒരു ബ്രാഹ്മണ കുടുംബമാണ് മണ്ണാറശാലയിൽ ആദ്യമായി എത്തുന്നത്. അവർ അവിടെ ഒരു ഇല്ലം സ്ഥാപിച്ചു. കാലക്രമേണ അത് മണ്ണാറശാല ഇല്ലം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഇല്ലത്തിൻ്റെ ഉത്ഭവം പുരാണകാലത്തോളം, അതായത് ത്രേതായുഗത്തോളം പിന്നിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലചക്രം വീണ്ടും മുൻപോട്ടുരുണ്ടു. യുഗങ്ങളും വർഷങ്ങളും ഏറെ കടന്നുപോയി. പരശുരാമൻ അനുഗ്രഹിച്ചു നൽകിയ ആ ഇല്ലത്ത് യുഗങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ അന്ന് കാരണവരായുണ്ടായിരുന്ന വാസുദേവൻ നമ്പൂതിരിക്കും പ്രിയപത്നി ശ്രീദേവി അന്തർജനത്തിനും തങ്ങളുടെ ഏകാന്തതയിൽ ഉരുകുകയായിരുന്നു. ആ സകല നാഗദൈവങ്ങളെയും സാക്ഷിയാക്കി അവർ നടത്തിയ പ്രാർത്ഥനകൾക്ക് കണ്ണുനീരിൻ്റെ നനവുണ്ടായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ ചിരിനാദം ഉയർന്നു കേൾക്കാൻ അവർ കൊതിച്ചു. അങ്ങനെയിരിക്കെയാണ് ഇല്ലത്തിന് ചുറ്റുമുള്ള കാട്ടിൽ വലിയൊരു കാട്ടുതീ പടർന്നു പിടിച്ചത്. അഗ്നിയിൽ വെന്തുരുകിയ നാഗങ്ങൾ അഭയം തേടി ഇല്ലത്തേക്ക് ഓടിയെത്തി. സന്താനങ്ങൾ ഇല്ലാതിരുന്ന ശ്രീദേവി അന്തർജനം പൊള്ളലേറ്റ ആ സർപ്പങ്ങളെ സ്വന്തം മക്കളെപ്പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് കുടിക്കാൻ പാലും മുറിവുകളിൽ പുരട്ടാൻ തേനും നെയ്യും ഔഷധങ്ങളും നൽകി. അവർ ആ നാഗങ്ങളെ സൃഷ്ടിച്ചു. ആ നിഷ്കളങ്കമായ ആത്മസമർപ്പണവും മാതൃസ്നേഹവും സാക്ഷാൽ നാഗരാജാവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഒരു പുണ്യദിനം ഇല്ലത്തെ ഹോമകുണ്ഡത്തിൽ നിന്നും അഗ്നിനാളങ്ങൾ അസാധാരണമാം വിധം ഉയർന്നു പൊങ്ങി. അന്തരീക്ഷത്തിൽ അജ്ഞാതമായ ഒരു ദിവ്യഗന്ധം പടർന്നു. ആകാശത്ത് ഇടിമിന്നലുകൾ മുഴങ്ങുന്നതുപോലെ ഒരു നിഗൂഢത.
ഇല്ലത്തിൻ്റെ ഓരോ കോണിലും അലയടിച്ചു. ശ്രീദേവി അന്തർജനത്തിൻ്റെ ഉദരത്തിൽ ആ നിമിഷം ഒരു മഹാത്ഭുതം വിരിഞ്ഞു. അത് വെറുമൊരു ഗർഭധാരണം ആയിരുന്നില്ല, മറിച്ച് ലോകരക്ഷയ്ക്കായി നാഗരാജാവ് നേരിട്ട് അവതരിക്കാനുള്ള ഒരുക്കമായിരുന്നു. പ്രസവ സമയം എത്തിയപ്പോൾ ലോകം വിസ്മയത്തോടെ ആ കാഴ്ച കണ്ടു. ശ്രീദേവി അന്തർജനത്തിന് 2 മക്കൾ ജനിച്ചു. ഒന്ന് സാധാരണ മനുഷ്യ ശിശു, സുന്ദരനായ ഒരു ആൺകുട്ടി. എന്നാൽ രണ്ടാമത്തേത് ഭൂമിയെ ഒന്നടങ്കം വിറപ്പിച്ച മഹാത്ഭുതം ആയിരുന്നു. 5 തലകളുള്ള ഒരു നാഗശിശു. ആ ശിശുവിൻ്റെ 5 ഫണങ്ങളിൽ നിന്നും പുറപ്പെട്ട പ്രഭ ഇല്ലത്തെ ഇരുളടഞ്ഞ മുറികളെ പകൽ വെളിച്ചം പോലെ പ്രകാശമാനമാക്കി. ഭയവും ഭക്തിയും കലർന്ന വികാരത്തോടെ ആ അമ്മ തൻ്റെ നാഗപുത്രനെ മാറോട് ചേർത്തു. അവൻ വെറുമൊരു സർപ്പമായിരുന്നില്ല, മറിച്ച് മുൻജന്മ സുഹൃതമായി തങ്ങൾക്ക് ലഭിച്ച സാക്ഷാൽ നാഗരാജാവിൻ്റെ അംശാവതാരം ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മനുഷ്യ ശിശുവും നാഗശിശുവും ഒരേ തൊട്ടിലിൽ വളർന്നു. വിചിത്രമെങ്കിലും മനോഹരമായ ആ കാഴ്ച കാണാൻ പ്രകൃതി പോലും കൊതിച്ചു. നാഗപുത്രൻ വളരുംതോറും തൻ്റെ ദിവ്യശക്തികൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അവൻ തൻ്റെ അമ്മയോടും സഹോദരനോടും മനുഷ്യമൊഴിയിൽ സംസാരിച്ചു. ആ ഇല്ലം സന്തോഷത്തിൻ്റെ പറുദീസയായി മാറി. എങ്കിലും തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കേണ്ട സമയം അടുത്തുവെന്ന് ആ ദിവ്യബാലൻ അറിഞ്ഞു. ഒരു നാൾ അതിഭയങ്കരമായ ഗാംഭീര്യത്തോടെ തൻ്റെ നാഗരൂപം വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ അമ്മയുടെ മുന്നിലെത്തി. വിറയാർന്ന സ്വരത്തോടെ അമ്മ അവനെ നോക്കി നിന്നപ്പോൾ ശാന്തമായ സ്വരത്തിൽ അവൻ പറഞ്ഞു, അമ്മേ, എൻ്റെ ഈ ലൗകിക ലീലകൾ ഇവിടെ അവസാനിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്കും നാഗവംശത്തിൻ്റെ അഭിവൃദ്ധിക്കുമായി ഞാനിതാ ഈ ഇല്ലത്തിൻ്റെ താഴികക്കുടത്തിനു കീഴെ ഇരുൾ മൂടിയ ആ നിഗൂഢമായ നിലവറയിലേക്ക് മടങ്ങുന്നു. അവിടെ ഞാൻ നിത്യമായ തപസ്സിൽ മുഴുകും. ഇനിയുള്ള കാലം ഈ ഇല്ലത്തിൻ്റെ മുതിർന്ന സ്ത്രീകൾക്ക് എൻ്റെ അമ്മ എന്ന സ്ഥാനം ഉണ്ടാകും. അവരുടെ കൈകളിൽ നിന്ന് മാത്രമേ ഞാൻ പൂജകൾ സ്വീകരിക്കൂ. അമ്മയുടെ കണ്ണുനീർ തടയാതെ ആ ദിവ്യസത്വം ഇഴഞ്ഞിഴഞ്ഞ് ആഴ്ന്നു കിടക്കുന്ന നിലവറയ്ക്കുള്ളിലേക്ക് അപ്രത്യക്ഷനായി. ആ നിമിഷം മുതൽ മണ്ണാറശാലയിലെ വായുവിൽ ഒരു പുതിയ ചൈതന്യം നിറഞ്ഞു. ഇന്നും ആ അന്ധകാര നിബിഡമായ നിലവറയ്ക്കുള്ളിൽ നാഗരാജാവ് അദൃശ്യരൂപനായി വസിക്കുന്നു എന്നും ലോകത്തിൻ്റെ സർവ്വ പാപങ്ങളെയും ദഹിപ്പിക്കാൻ ആ തപസ് തുടരുന്നു എന്നുമാണ് വിശ്വാസം. ലോകത്തിലെ മറ്റേതൊരു ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്നും മണ്ണാറശാലയെ വേറിട്ടു നിർത്തുന്ന ഏറ്റവും വലിയ അത്ഭുതം അവിടുത്തെ പൂജാക്രമങ്ങളാണ്. അവിടെ മന്ത്രങ്ങൾ ഉരുവിടുന്നത് പുരുഷന്മാരല്ല, ആത്മീയതയുടെയും ബ്രഹ്മചര്യത്തിൻ്റെയും കൊടുമുടിയിൽ നിൽക്കുന്ന നമ്മുടെ വലിയമ്മയാണ്. ഇത് കേവലം ഒരു പദവിയല്ല, മറിച്ച് സാക്ഷാൽ നാഗരാജാവ് തൻ്റെ അമ്മയ്ക്ക് നൽകിയ വാഗ്ദാനവും ആത്മീയമായ പിന്തുടർച്ചയുമാണ്. നിലവറയുടെ അന്ധകാരത്തിലേക്ക് മറയുന്നതിന് മുൻപ് നാഗരാജാവ് തൻ്റെ അമ്മയോട് അരുളി ചെയ്തു, അമ്മേ, അവിടുത്തെ സ്നേഹത്തിനും പരിചരണത്തിനും പകരം വയ്ക്കാൻ ഈ ലോകത്ത് ഒന്നുമില്ല. ഇനിയുള്ള കാലം ഈ മണ്ണിൽ എൻ്റെ പൂജകൾ അമ്മയുടെ കൈകളിൽ നിന്നാവണം. അമ്മ സമർപ്പിക്കുന്ന ഓരോ തുള്ളി തീർത്ഥവും എനിക്ക് അമൃതാണ്. അങ്ങനെ മാതൃത്വത്തെ ആരാധനയുടെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച ലോകത്തിലെ അപൂർവമായ ഒരു പാരമ്പര്യം അവിടെ ജന്മമെടുത്തു. അന്നു മുതൽ ഇന്നുവരെ ആ പരമ്പരയിലെ മുതിർന്ന സ്ത്രീയാണ് നാഗരാജാവിൻ്റെ അർച്ചകയായി വാഴുന്നത്. ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് വലിയമ്മ എന്ന പദവിയിലേക്കുള്ള മാറ്റം കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ്. ആത്മീയമായ പൂർണ്ണത കൈവരിക്കാൻ അവർ ലൗകിക സുഖങ്ങൾ പൂർണ്ണമായും ത്യജിച്ചും ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഇല്ലത്തെ വടക്കനിയിൽ ഏകാന്തതയിൽ ഭജനമിരുന്ന് ഭക്തർക്കായി പ്രാർത്ഥനകളിൽ മുഴുകുന്നു. അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് നാഗരാജാവിൻ്റെ സ്മരണയിലാണ്. പവിത്രമായ 100 പാലും വഴിപാടുകൾ അവർ തനിയെ ഒരുക്കുന്നു. വലിയമ്മ നിലവറയിൽ നടത്തുന്ന പൂജകൾ പുറം ലോകത്തിന് അജ്ഞാതമാണ്. അത് മകനും അമ്മയും തമ്മിലുള്ള നിഗൂഢമായ ഒരു സംഭാഷണം പോലെ പവിത്രമാണ്. ഭക്തർക്ക് വലിയമ്മ വെറുമൊരു പുരോഹിത അല്ല, മറിച്ച് കഷ്ടപ്പാടുകൾ കേൾക്കുന്ന സാക്ഷാൽ പാർവതി രൂപമാണ്. അവർ ഭക്തരുടെ ശിരസിൽ ചന്ദനം ചാർത്തുമ്പോൾ സർവ്വദോഷങ്ങളും ഭസ്മമാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. തുലാമാസത്തിലെ ആയില്യം നാളിൽ നാഗരാജാവിൻ്റെ തിടമ്പേറ്റി വലിയമ്മ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ആ കാട് ഭക്തിയുടേതാകുന്നു.
ആയിരക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് നടുവിലൂടെ തപിച്ചു വെളുത്ത തേജസ്സുമായി അവർ നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ സാക്ഷാൽ നാഗേന്ദ്രൻ തന്നെയാണോ തൻ്റെ അമ്മയെ അനുഗമിക്കുന്നത് എന്ന് നാം സംശയിച്ചു പോകും. നിലവറയ്ക്കുള്ളിൽ തപസ് ചെയ്യുന്ന നാഗരാജാവിനും പുറം ലോകത്തിനും ഇടയിലുള്ള ഏക പാലം വലിയമ്മയാണ്. അജ്ഞാതമായ പല താന്ത്രിക വിദ്യയും വലിയമ്മയ്ക്ക് മാത്രമേ അറിയാവൂ. മണ്ണാറശാലയിലെ പ്രകൃതി പോലും വലിയമ്മയുടെ ശാസനകൾക്ക് വഴങ്ങുന്നു എന്നാണ് ഐതിഹ്യം. വലിയമ്മയുടെ വാക്ക് നാഗരാജാവിൻ്റെ വാക്കാണ്. അതൊരിക്കലും പാഴാകില്ല. മണ്ണാറശാലയുടെ മണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രവേശിക്കുന്നത് വെറുമൊരു ക്ഷേത്രമുറ്റത്തേക്കല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളായി നാഗങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു നിഗൂഢ സാമ്രാജ്യത്തിലേക്കാണ്. അവിടെ സൂര്യപ്രകാശം പോലും മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്നത് ഭയഭക്തിയോടുകൂടിയാണ്. പാതയോരങ്ങളിലും പായൽ പിടിച്ച കല്ലുകൾക്ക് മുകളിലും വിരിഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് നാഗരൂപങ്ങൾ, 30,000-ലധികം ശിലാബിംബങ്ങൾ അവിടെ ഭക്തരെ നോക്കി പുഞ്ചിരിക്കുന്നു. ഓരോ പ്രതിഷ്ഠയ്ക്കും പിന്നിൽ ഓരോ കഥയുണ്ട്, ഓരോ പ്രാർത്ഥനയുടെയും സാക്ഷ്യമുണ്ട്. കാറ്റിൽ ഇലകൾ മർമ്മരം കൊള്ളുമ്പോൾ അതാ 30,000 നാഗങ്ങളുടെ ശ്വാസനിശ്വാസമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ കാടിനുള്ളിൽ അനുവാദമില്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല. കാരണം ഇത് അനന്തനാഗങ്ങളുടെ ജാഗ്രതയുള്ള കാവൽപ്പുരയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മണ്ണാറശാലയിലേക്ക് ഒഴുകുന്ന ലക്ഷക്കണക്കിന് ദമ്പതികളുടെ ഏക ആശ്രയമാണ് ഇവിടുത്തെ ഉരുളിക്കമഴ്ത്തൽ വെളിപാട്. വൈദ്യശാസ്ത്രം പോലും കൈവിട്ട നിമിഷങ്ങളിൽ നാഗരാജാവിൻ്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്ന ഈ സമർപ്പണം ഒരു മഹാത്ഭുതമായി മാറുന്നു. ആ വിശുദ്ധ കർമ്മം ഭക്തർ അതീവ ഭക്തിയോടെ വാങ്ങുന്ന ഉരുളി ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ശുദ്ധയായി നാഗരാജാവിന് സമർപ്പിക്കുന്നു. വലിയമ്മയുടെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനകൾ ഉരുവിട്ട ശേഷം ആ ഉരുളി നാഗരാജാവിൻ്റെ സാന്നിധ്യമുള്ള നിലവറയ്ക്ക് സമീപം കമിഴ്ത്തി വയ്ക്കുന്നു. അധികം വൈകാതെ തന്നെ ആ ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നു. കുട്ടി ജനിച്ച മാസങ്ങൾക്കുള്ളിൽ അവർ അവിടെ എത്തി കമിഴ്ത്തി വെച്ച ആ ഉരുളി നിവർത്തി വെച്ച് നാഗരാജാവിന് നന്ദി അർപ്പിക്കുന്നു. തലമുറകളായി തുടരുന്ന ഈ അത്ഭുതത്തിന് ഇന്നും ശാസ്ത്രത്തിന് നൽകാൻ ഉത്തരമില്ല. ഇവിടെ ഭക്തി മാത്രം ജയിച്ചു നിൽക്കുന്നു. ഇന്ന് മണ്ണാറശാല എന്നത് വെറുമൊരു ശിലാക്ഷേത്രമല്ല, അത് സഹസ്രാബ്ദങ്ങളുടെ തപസ്സും പ്രകൃതിയുടെ കരുണയും ലയിച്ചു ചേർന്ന ഒരു മഹാചൈതന്യമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വാക്കിനാൽ വിവരിക്കാനാവാത്ത ഒരു പുരാതന ഉടമ്പടിയുടെ നിത്യസ്മാരക കാലം എത്ര മാറിയാലും ഈ കാടിൻ്റെ പച്ചപ്പിനുള്ളിൽ ഒരിടം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. അവിടെ നാഗരാജാവ് തൻ്റെ മാതാവിൻ്റെ മടിത്തട്ടിൽ എന്ന പോലെ ശാന്തനായി തപസ് ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ ഓരോ പച്ചിലയും ഓരോ മരക്കൊമ്പും നാഗരാജാവിൻ്റെ പത്തി വിടർത്തിയ സംരക്ഷണത്തെ ഓർമ്മിപ്പിക്കുന്നു. സർപ്പക്കാവുകളുടെ നിഗൂഢതയിൽ കരിയിലകളുടെ മർമ്മരങ്ങളിൽ നിന്നും നാഗമന്ത്രങ്ങൾ മുഴങ്ങുന്നു. ഇവിടെ പ്രകൃതി എന്നത് ദൈവത്തിൻ്റെ തന്നെ രൂപമാണ്. മണ്ണാറശാലയിലെ കാവുകൾ കേവലം വനപ്രദേശമല്ല, മറിച്ച് ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. നാഗങ്ങളുടെ അദൃശ്യമായ സാന്നിധ്യം, സംരക്ഷിക്കപ്പെടുന്ന വിശുദ്ധമായ ഹരിത സാമ്രാജ്യം, സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം മണ്ണാറശാലയുടെ മഹിമ ലോകമാകെ പ്രസരിക്കും. മഴയെറിഞ്ഞ് വീഴ്ത്തിയ മണ്ണിൽ നിന്നും, മന്ദാരങ്ങൾ പൂത്ത വനത്തിൽ നിന്നും, നിലവറയിലെ അന്ധകാരത്തിൽ നിന്നും ഒരു സത്യം മാത്രം ഇന്നും ഉച്ചത്തിൽ മുഴങ്ങുന്നു: ദൈവം പ്രകൃതിയിലാണ്, വിശ്വാസം ഹൃദയത്തിലാണ്. നാഗദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്